സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ആരുടെയും വീട് കാരണം കൂടാതെ പൊളിക്കാൻ സർക്കാരിന് അണുവിവാദമില്ലെന്ന് പരമോന്നത കോടതി ഉത്തരവിട്ടു. ഇതിന് പിന്നാലെ UP സർക്കാരിനും യോഗി ആദിത്യനാഥിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബുൾഡോസർ നടപടിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരികൾക്കും ബാധകമായിരിക്കും. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ ഒരു വീടും പൊളിക്കാനാകില്ല എന്ന് 95 പേജുള്ള വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. UPയിലാണ് ബുൾഡോസർ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. UPയിലെ ബുൾഡോസർ ബാബ എന്നാണ് ആദിത്യനാഥിനെ അണികൾ വിശേഷിപ്പിക്കുന്നത്. ഈ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക? വീടുകൾ നഷ്ടമായ സാധാരണക്കാർക്ക് ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്ത് വിശദീകരണമായിരിക്കും നൽകാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം. യോഗി ആദിത്യനാഥിന്റെ സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി ഉത്തർപ്രദേശിൽ അലയടിക്കുമ്പോൾ UPയിലെ തെരുവുകളിലും ബുൾഡോസറുമായി എത്തിയ പാർട്ടി പ്രവർത്തകർ അതിനെ ആഘോഷിച്ചത്. UP ഭരണത്തിന്റെ പ്രതീകമായി ബുൾഡോസറിനെ BJP മാറ്റിയിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. ഇതാദ്യമായാണ് UPയിൽ BJP ഇത്തരത്തിൽ അധികാരത്തിലെത്തുന്നത്. കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിലാണ് അധികാരം കൈയേറിയതും. അയോധ്യ പ്രക്ഷോഭമൊരുക്കിയ രാഷ്ട്രീയ ചുറ്റുപാടിലാണ് BJP UPയിലെ നിർണായക ശക്തിയായി പരിണമിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിന്നാക്കക്കാരനായ കല്യാൺ സിംഗിനെ ഹിന്ദുത്വ മുഖമായി പാർട്ടി അവതരിപ്പിച്ചെങ്കിലും വ്യക്തമായ ആധിപത്യം നേടാൻ ഒരു തിരഞ്ഞെടുപ്പെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. 2017 നരേന്ദ്രമോദിയാണ് ഉത്തർപ്രദേശിലെ സാഹചര്യം BJPക്ക് അനുകൂലമാകുന്നതിന് സുപ്രധാന പങ്കുവഹിച്ചത്. 403-ൽ 320 സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യ രാഷ്ട്രീയത്തിലെ അതിശയ നേട്ടമാണ് മോദി ഉത്തർപ്രദേശിൽ നേടിയെടുത്തത്.